വജ്ര രചന ഹേമാനവി അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ നിർമ്മാണം PNR ക്രിയേഷൻസ്. നിന്റെയൊക്കെ വിലപ്പെട്ട നിധിയല്ലേടാ ഇവള് വജ്ര. ആ എന്താ ഒരു പേര്, അതുപോലെ തന്നെ ആളും കണ്ട കണ്ണെടുക്കാൻ നോക്കാൻ തോന്നും. വജ്രം പോലെ. അതേ, ഇങ്ങനെ വെട്ടിത്തിളങ്ങുന്ന ഇവളെ ഞാനങ്ങ് സ്നേഹിക്കും, ഒരിക്കലും മറക്കും. ആളുടെ മൊഴികളിലേക്ക് മുഖം ചരിച്ച് വശ്യമായ ചേഷ്ടകളോടെ ആളുടെ ഗന്ധം വായിച്ച് അവനത് പറഞ്ഞു തീരും മുമ്പേ പാതിയിരുട്ടിൽ അവരെ തിരഞ്ഞുകൊണ്ടിരുന്ന കരിങ്കൽ കഷ്ണം കെട്ടിവെച്ച് രണ്ട് കാൽ കൊണ്ട് ഇറുക്കി പിടിച്ച് അവന്റെ അടിനാവി നോക്കി ആഞ്ഞു കുത്തിയിരുന്ന് എബി. അങ്ങേയറ്റത്ത് വേദന കൊണ്ട് അലറിപ്പോയി അയാൾ. ബാക്കിയുള്ളവർ പരിഭ്രാന്തരായി അവന്റെ അടുത്തേക്ക് ഓടി വരുമ്പോൾ വേദന കൊണ്ട് പുളഞ്ഞവൻ രണ്ട് കൈ കൊണ്ടും പൊത്തിപ്പിടിച്ചിടത്തുനിന്നും ചോരയ്ക്ക് നിഞ്ഞു വരുന്ന കണ്ട് വെട്ടി വിറക്കുകയായിരുന്നു. പ്രണവിന്റെ ചുണ്ടിൽ ശൗര്യത്തോടെയുള്ള പുഞ്ചിരി വിരിഞ്ഞു. എബിയുടെ കണ്ണിലെ കലി ആസ്വദിച്ചുകൊണ്ട് തന്റെ ചിരിയിൽ അവൻ എബിയുടെ കണ്ണുകളെ കൊരുത്തിട്ടു. അവിടെയും ശൗര്യവും രോഷവും അടക്കി പിടിച്ച ചിരി തെളിഞ്ഞു. എബിക്ക് നേരെ പാഞ്ഞെടുത്ത് അവന്റെ മുഖമടച്ചെന്ന് കൊടുത്ത നേരം നാഭിയിൽ അനുഭവപ്പെട്ട അസഹ്യമായ വേദന കാരണം അയാൾ മടങ്ങിയിരുന്നു പോയി. അടികൊണ്ട് ചെരിഞ്ഞു വീണ എബിയുടെ ചുണ്ടിൽ അപ്പോഴും ചിരിയായിരുന്നു, പകയുടെ ചിരി. വജ്രയുടെ കരച്ചിൽ കേട്ട് ചുണ്ടിൽ നിന്നൊലിക്കുന്ന ചോര തോളുയർത്തി ഷർട്ടിൽ തുടച്ച് എബി ഒന്ന് കണ്ണുറുപ്പിച്ചു. തളരുതെന്ന് പറയും പോലെ കൂട്ടാളികൾ എബിയെ ചവിട്ടി കൂട്ടാനാഞ്ഞ നേരം കിഷോറാണോ ബയ്യ വിളിച്ചിരുന്നു, കട്ടായി, റേഞ്ച് ശരിയായിപ്പോ, വിളിച്ചോക്ക്, എന്തോ പ്രശ്നമുള്ള പോലെ തോന്നി എനിക്ക്. പുറകിൽ നിന്ന് ആരോ മുമ്പിലേക്ക് വന്ന് ധൃതിയോടെ വിളിച്ച് ഫോൺ അയാൾക്ക് നേരെ നീട്ടി. കൂടെയുള്ളവരും സംശയത്തോടെ കാര്യമെന്താണെന്നറിയാൻ പരിഭ്രമപ്പെട്ട് കിഷോറിനെ താങ്ങിപ്പിടിച്ചു. ഫോൺ കയ്യിലേക്ക് വാങ്ങി മറ്റൊരുത്തന്റെ സഹായത്തോടെ കുറച്ചപ്പുറത്തേക്ക് മാറി നിൽക്കുന്ന നേരം എബിക്ക് നേരെ ദയിപ്പിക്കും പോലെ നോക്കി. നീ ഇനി പുറലോകം കാണില്ലടാ ചക്ക. നീ മാത്രമല്ല ഇവളും ഇവനും. ഇപ്പൊ നീ കാട്ടിയ സാഹസത്തിന് ഇവളറിഞ്ഞൊന്ന് സ്നേഹിക്കുന്നുണ്ട് ഞാൻ, എന്നിട്ടേ കൊല്ലൂ. അതിനു മുമ്പ് ഞങ്ങൾക്കറിയേണ്ട രഹസ്യം അത് നീ പറഞ്ഞിരിക്കും. അപ്പൊ അത്ര വേദനയാ സഹിക്കേണ്ടി വരുള്ളൂ അവൾക്ക്. നിന്റെ കയ്യിൽ അവനെ ഏൽപ്പിച്ചിരിക്കുന്ന ഞങ്ങളുടെ മുതൽ നീ തന്നെ തിരികെ തരും. എവിടെയാണേലും നീ അത് കാണിച്ചു തന്നിരിക്കും. ഞങ്ങളെ ചതിച്ചിട്ട് പോയ നിന്റെ കൂട്ടുകാരൻ എവിടെയുണ്ടെന്നും നീ പറയിപ്പിക്കും ഞാൻ. ഇവളിലൂടെ, ഇവൾക്ക് കൊടുക്കാൻ പോകുന്ന ശിക്ഷയിലൂടെ നീ പറയും എബിൻ തോമസ്. അതിബുദ്ധി കാണിച്ചതിന് നീ അനുഭവിക്കാൻ പോടെയുള്ള ബാസ്റ്റഡ്. ജെനി പറഞ്ഞറിഞ്ഞ കിഷോർ മുന്നിൽ നിന്ന് കുരയ്ക്കുന്ന പേ പിടിച്ച വിഷജന്തു അവനാണെന്ന തിരിച്ചറിവിൽ ശൗര്യൻ ചോര തിളച്ചു മറിയുന്ന കലിയോടെ അവന് തന്നെ ഉറ്റുനോക്കി ചുണ്ടിൽ കിനിഞ്ഞ ചോര അവനൊന്ന് നീട്ടി തുപ്പി. നീയൊക്കെ എന്തറിഞ്ഞിട്ടാണോ ഞങ്ങളെ പിടിച്ചിവിടെ കൊണ്ടിട്ടത്? അവനെനിക്ക് അറിയ പോലുമില്ല. നിങ്ങളുടെ എന്തു മുതൽ എന്റെ കയ്യിലുണ്ടെന്നാ. വീട്ടികളായ കുറെ ഗുണ്ടകളെ വഹിച്ചടക്കം നിന്റെയൊക്കെ ആ ബൈയോട് ചെന്ന് പറ ശരിക്കൊന്ന് അന്വേഷിക്കാൻ. നിന്റെയൊക്കെ കൂടാണ് നിന്നെ ചതിച്ചവൻ എന്നെ ഒന്നും ഏൽപ്പിച്ചിട്ടില്ല. ഞങ്ങൾ ഇവിടെ നിൽക്കുന്ന ഓരോ നിമിഷവും നിന്റെയൊക്കെ നിലനിൽപ്പിന് അപകടത്തിലാ. സംശയമുണ്ട്, നീ നിന്റെ ബൈയോട് തന്നെ ചോദിച്ചു നോക്ക്. എബിയുടെ ആത്മവിശ്വാസത്തോടെയുള്ള പറച്ചിൽ കേട്ട് കിഷോർ അടക്കമുള്ളവരൊന്നും പകച്ചെങ്കിലും അത് മുഖത്ത് കാണിക്കാതെ അവന് നേരെ കയ്യൊങ്ങുമ്പോഴേക്കും ഫോൺ റിംഗ് ചെയ്യുന്നുണ്ട്. കിഷോർ ധൃതിയിൽ താങ്ങി പിടിച്ചവൻ ഉന്തി മാറ്റി കുറച്ചപ്പുറത്തേക്ക് മാറി. ആർക്കാർക്കൊന്നും കേൾക്കാൻ കഴിയരുതെന്ന പോലെ കുറച്ചുള്ളിലേക്ക് നീങ്ങി നടന്നു. തന്റെ കണ്ണിലേക്ക് നോക്കിയ എബി മൗനമായി കൈമാറിയ സന്ദേശങ്ങൾ പെട്ടെന്ന് തന്നെ പിടിച്ചെടുക്കാൻ പ്രണവിന് കഴിഞ്ഞിരുന്നു. ആ സാഹചര്യത്തിൽ മുരൾച്ചയോടെ എന്തോ ഒരു ശബ്ദം കിഷോർ വന്ന ഭാഗത്ത് നിന്ന് കേട്ടതും ചുറ്റും കൂടുന്നവർ പരിഭ്രാന്തിയോടെ അങ്ങോട്ട് നടക്കുമ്പോൾ തനിക്ക് പിന്നാലെയുള്ള മരത്തിൽ കെട്ടിയ കൈകൾ അതിവേഗത്തിൽ ഉരച്ചു തുടങ്ങിയിരുന്നു പ്രണവ്. ചെരിഞ്ഞു വീണെടുത്തേക്ക് തന്നെ ചാഞ്ഞു കിടന്ന് അരികത്തുള്ള മരക്കുറ്റിൽ അതിവേഗം കൈകൾ തുരക്കുമ്പോഴും പ്രണവിന്റെ കയ്യിൽ വരിഞ്ഞു മുറുക്കി കെട്ടിയിരുന്ന ബലമുള്ള കാട്ടുവളി പൊട്ടിയകന്നിരുന്നു. വിജയ് ചിരിയോടെ കാലുകൾ കെട്ടിയ കെട്ടയക്കുമ്പോഴേക്കും എബിയുടെ കൈകളും ബന്ധനത്തിൽ നിന്നും മോചിക്കപ്പെട്ടു. പേടിച്ചുറച്ച് തങ്ങളെ കൊണ്ടുവന്ന ആളുകൾ തിരികെ എത്തുന്നുണ്ടോ എന്നിടക്ക് പാളി നോക്കിയ വജ്രയുടെ കൈകളിലെ കെട്ട് എബിയും കാലുകളിലേത് പ്രണവും പൊട്ടിച്ചെറിഞ്ഞു. വാ ഓട്! ആളുടെ കൈ പിടിച്ച് കിതച്ചുകൊണ്ട് ചുറ്റും നോക്കി പരിഭ്രാന്തിയോടെ ദിക്കറിയാതെ എബി ഓടുമ്പോൾ അവർക്ക് വഴിയൊരുക്കി തിരിഞ്ഞു നോക്കി ഇതിലേന്ന് പറഞ്ഞുകൊണ്ട് മുമ്പിലായി പ്രണവ് ഓടുകയായിരുന്നു. മൂവരെയും കാണാതെ ഭ്രാന്തമായ കലിയോടെ അവരുടെ ജീവന് വില പറഞ്ഞ് കിഷോറും കൂട്ടരും വിരളി കൊണ്ട് പാഞ്ഞു തുടങ്ങിയിരുന്നു. ആ നേരം അഹങ്കാരം. നിനക്ക് ശേഷം നിന്റെ മകൾക്കൊരു മറുവാക്കില്ലെന്ന അടിമുടി അഹങ്കാരായിരുന്നു ചെതി നിനക്ക്. അതിന്റെ ഫലമായിപ്പോ ഇങ്ങനെ തലകുനിച്ചിരിക്കേണ്ടി വന്ന്. എന്തൊക്കെയായിരുന്നു അധിക പ്രസംഗം? എന്റെ മകളുടെ ജീവിതത്തിൽ തീരുമാനം എടുക്കാൻ ഞാനുണ്ട്. അവളുടെ ഒരു കാര്യത്തിലും ഇടപെടാൻ അച്ഛന് അവകാശമില്ല, അധികാരമില്ല എന്ന് വേണ്ട. നെഞ്ചിലെ സ്നേഹം കൊടുത്ത് വളർത്തി വലുതാക്കിയതിന്റെ മേന്മ കൂടി നീ വായിട്ടലച്ചിരുന്നല്ലോ. എന്നിട്ടോ ഇന്നോളം പോറ്റിയിരുന്ന് നല്ലൊരു വിലയിട്ട് നിന്റെ തലയിൽ ചവിട്ടി ഇറങ്ങിപ്പോയില്ലേ പൊന്നുമോള്. അതെവിടെ ചെന്ന് അവസാനിച്ചിരിക്കുന്നത് നോക്ക്.
ആവശ്യത്തിലധികം തൻ്റെ ഇടവും ധൈര്യമൊക്കെ ഉണ്ടാക്കി കൊടുത്തപ്പോ തിരിഞ്ഞ് നിന്നെ തന്നെ അങ്ങ് കൊത്തുമെന്ന് പ്രതീക്ഷിച്ചില്ല എൻ്റെ മോൻ, അല്ലേ? ഈ അച്യുതൻ്റെ ഉൾക്കാഴ്ച തെറ്റില്ലടാ. വാടിങ് തന്നല്ലേ ഞാൻ. നാട്ടുകാർക്ക് മുന്നിൽ യാതൊരു ഉളുപ്പില്ലാതെ വീട്ടുകാരെ തള്ളി പറഞ്ഞവള് നിന്റെ വാക്ക് ധിക്കരിച്ച് അവനെ തേടിയിറങ്ങാൻ അമ്മാന്തിക്കോ? വിഡ്ഢിയായി പോയി നീ. ആ നന്ദിയില്ലാത്ത ജന്മത്തിന് അന്ധമായിട്ട് വിശ്വസിച്ച വിഡ്ഢി. എന്റെ അന്തസ്സും തറവാടിന്റെ മാനം ഒന്നുമില്ല. അച്ഛാ! പോലീസ് ക്ലബിലെ വലിയ ആളിൽ ഒരറ്റത്ത് രണ്ട് കൈകൊണ്ടും തലതാങ്ങി പിടിച്ചിരിക്കുന്ന ജിതിൻ അതുവരെ കേട്ടുന്ന വാക്കുകൾ ക്ഷമയുടെ നെല്ലിപ്പല തകർത്തപ്പോൾ സ്ഥലവും സാഹചര്യവും മറന്നുപോയി. കരികൊണ്ട് വിറച്ച് കലങ്ങി ചുവന്ന കണ്ണുകളോടെ തനിക്ക് നേരെ നിൽക്കുന്നവനെ കണ്ട് വജ്രയുടെ മുത്തശ്ശൻ ഞെട്ടിയെന്നാണ് വാസ്തവം. ആളുടെ പല ഭാഗത്തായി അങ്ങേയറ്റം ടെൻഷനിൽ നിന്നിരുന്ന എല്ലാവരും സ്തബ്ധരായി പോയി. എബിയുടെ പപ്പയും അമ്മയും ഇളയപ്പന്മാരും പ്രണവിന്റെ ജഗന്നാഥൻ മുത്തശ്ശനും അച്ഛനമ്മമാരും ജനിയും അങ്ങനെ എല്ലാവരും ഉണ്ട്. ഇന്ന് രാവിലെ മുതൽ ആ കുടുംബങ്ങളെല്ലാം വല്ലാത്തൊരു മാനസികാവസ്ഥയിൽപ്പെട്ട് വെന്തുരുകി നിൽപ്പാണ്. എബിയെയും വജ്രയെയും പ്രണവിനെയും കാണാനില്ലെന്ന സത്യം തിരിച്ചറിഞ്ഞ മുതൽ സൈബർ സെൽ വഴി സെമിത്തേരിക്കരികളുടെ റോഡിൽ വെച്ച് എബിയുടെ ഫോൺ കണ്ടുപിടിക്കപ്പെട്ട നിമിഷം മൂവരും കിഡ്നാപ്പ് ചെയ്യപ്പെട്ടിരിക്കുകയാണെന്ന് വ്യക്തമായ നിമിഷം വരെ ഒന്നും ഉൾക്കൊള്ളാനാവാ വിറങ്ങിലിച്ച് നിൽക്കുകയാണ് ഇന്ന് ഈ സെക്കൻഡുകൾ വരെ എല്ലാവരും. അംബരീഷിന്റെ കാര്യം ഉൾപ്പെടെ ജനി തനിക്കറിയാവുന്ന എല്ലാ കഥകളും സിഐക്ക് മുന്നിൽ തുറന്നു പറഞ്ഞു. ബാംഗ്ലൂർ പോലീസുമായി ബന്ധപ്പെട്ട് കളക്ട് ചെയ്ത വിവരങ്ങളും എബിയുടെ ഫോണിലേക്ക് വന്ന ലാസ്റ്റ് കോളിന്റെ ഡീറ്റെയിൽസും കണക്ട് ചെയ്ത് സിഐ അനന്തനും മറ്റു ഉദ്യോഗസ്ഥരും ഓഫീസ് റൂമിൽ അതിവേഗത്തിൽ നടത്തുന്ന മീറ്റിംഗ് ഹാളിനോട് ചേർന്ന ഓഫീസ് റൂമിൽ നടക്കുകയാണ്. സിഐ തന്നെയാണ് വജ്രയുടെ എബിയുടെയും പ്രണവിന്റെയും വീട്ടുകാരിവിടേക്ക് കൊണ്ടുവന്നത്. പോലീസ് സ്റ്റേഷൻ മുറ്റത്ത് ഓരോ സെക്കൻഡും അന്വേഷണ പുരോഗതി ചോദിച്ചറിഞ്ഞ് മാത്യൂസിന്റെ ശാസനം മറികടന്ന് എബിയുടെ ഇളയപ്പന്മാരുടെ ബഹളം വയ്ക്കലും പ്രണവിന്റെ മുത്തശ്ശന്റെ തടയിൽ വകവെക്കാതെ അവന്റെ അച്ഛനും വലിയച്ഛനും ശബ്ദമുയർത്തുന്നു. വജ്രയുടെ മുത്തശ്ശന്റെയും ദാസന്റെയും മുറുമുറുക്കലും വജ്രയുടെയും ചിത്രയുടെയും പ്രണവിന്റെയും അമ്മമാരുടെ കരച്ചിലും പിഴിച്ചിലൊക്കെ അസഹ്യമായപ്പോൾ എല്ലാത്തിനോടും പോലീസ് ക്ലബിലേക്ക് വരാൻ മുരളുകയായിരുന്നു സിഐ. തമ്മിൽ കണ്ട മുതൽ ജതിനോട് എന്ത് പറയണമെന്നും എങ്ങനെ സംസാരിച്ചു തുടങ്ങുമെന്നും അറിയാതെ മാത്യൂസ് ഉഴറി നിൽപ്പാണ്. തന്റെ മകനെ സ്നേഹിച്ചു പോയതുകൊണ്ട് മാത്രം വജ്രയിലേക്ക് വന്നു ചേർന്നാണ് ഈ കൊടിയ ആപത്ത്. ജതിനൊന്നും മുഖം തരുന്ന പോലുമില്ല. എബിയോട് അവന്റെ ഉറ്റവരായ തങ്ങളോട് തീർത്താൽ തീരാത്ത വെറുപ്പും പകയും തിളച്ചും മറിയുന്നുണ്ടാവുക ആ മനസ്സിൽ. ചിത്തുവിനെ പോലെ തന്നെ കരഞ്ഞൊരു പരുവമായിട്ടുണ്ട് വജ്രയുടെ അമ്മയും. പ്രണവിന്റെ പാരൻസിന്റെ അവസ്ഥയും മറിച്ചല്ല. തന്റെ മകനെ ശപിക്കായിരിക്കും ഇരുകൂട്ടരും. അവനൊരു തെറ്റും ചെയ്തിട്ടില്ലെന്നറിയാവുന്ന കർത്താവേ, വിധി ചാർത്തി നൽകിയ അപരാധത്തിന്റെ മുൾക്കിരീടം എൻ്റെ പൊന്നുമോൻ്റെ മേലിൽ നിന്ന് അഴിച്ചെടുത്ത് അവനെയും അവൻ്റെ ജീവനായവളെയും കൂടെ നിന്ന വിധി ഏറ്റുവാങ്ങിയ പ്രണവിനെയും ഒരു പോറൽ പോലും ഏൽക്കാതെ തിരികെ തന്നിരിക്കണമേ. ഇതിൽ കുറഞ്ഞൊന്നും സ്വീകരിക്കില്ല ഞാൻ. കഠിനവ്രതം സ്വീകരിച്ച് കുരിശുമെന്ന് മേലാറ്റൂർ മല കയറി അരികിലെത്താൻ ഞാൻ. ഉപേക്ഷിക്കരുത് നീ ഞങ്ങളെ. അങ്ങനെ സംഭവിച്ചാ നീ എന്ന വിശ്വാസം വെറും നുണയാണെന്ന് കരുതി ഉപേക്ഷിക്കും നിന്നെ എന്നേക്കുമായി. ചിത്രയെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് തലകുനിച്ച് കൈവെള്ളയിൽ നെറ്റി താങ്ങിയിരിക്കുന്ന ജതിനെ തന്നെ ഉറ്റുനോക്കി മൗനമായി മാത്യൂസ് പ്രാർത്ഥിക്കുമ്പോഴാണ് വജ്രയുടെ മുത്തശ്ശന്റെ ആക്രോശം തുടങ്ങുന്നത്. ജതിന്റെ ഗർജനം കേട്ട് പകച്ചുപോയി നിൽക്കുന്ന നിമിഷത്തിൽ നിന്ന് അയാളുടെ പിന്നീടുള്ള വാക്കുകൾ മാത്യൂസ് അടക്കം എല്ലാവരെയും സ്തബ്ധരായി നിൽപ്പാണിപ്പോൾ. അവൾക്ക് ഒന്നും സംഭവിക്കില്ല. കൂടെയുള്ളവർ അവരുടെ ജീവൻ കൊടുത്തിട്ടായാലും അവളെ സുരക്ഷിതയാക്കുന്ന ഒരു വിശ്വാസത്തിൽ ശ്വാസം വലിക്കുവാൻ ഞാനിവളും. കാരണം കൂടെയുള്ളതെന്ന് എൻ്റെ പ്രണവ, മറ്റൊന്ന് അവൾ തിരഞ്ഞെടുത്തവനും. ഇനി വിധി അവർക്ക് എതിരാണെങ്കിൽ എൻ്റെ ജീവൻ പോകേണ്ട അവസ്ഥ വന്നാലും നിങ്ങളുടെ അടുത്ത് ഞങ്ങൾ വരില്ല. നിങ്ങളുടെ തറവാട്ടുമഹിമ ഇതുകൊണ്ടൊന്ന് കത്തിച്ചാമ്പരായാൽ അത് നന്നായെന്ന് ഞാൻ കരുതൂ. ജതിന അന്നും ഇന്നും ഇനി എന്നും നിങ്ങളുടെ പേരും പെരുമയുള്ള തറവാടും അന്തസ്സും വെറും തൃണമാ, വെറും തൃണം. കീതപ്പോടെ പറഞ്ഞിരുത്തുമ്പോഴേക്കും മാത്യൂസിന്റെ കൈ ആ തോളിലേക്ക് ചേർന്നിരുന്നു. തലയിരിച്ചുകൊണ്ട് ജതിൻ അയാൾക്ക് അഭിമുഖമായി നിന്നു. ഇരുവരുടെയും കണ്ണുകൾ കലങ്ങിച്ചുവെന്ന് നിറഞ്ഞിട്ടുണ്ട്. നിമിഷാർദ്ധത്തിൽ മാത്യൂസിന്റെ കോളറിൽ ജതിന്റെ ഇരുകൈകളും മുറുകി. എന്റെ മോൾക്ക് ഇപ്പൊ ജീവനുണ്ടോ എന്ന് പോലും അറിയാതെ പാതിയത്ത് നിൽക്കുന്ന എന്നോടാ മാത്യു. ഈ മനുഷ്യനയാളുടെ അന്തസ്സിനെ കുറിച്ച് ഓർത്ത് മാത്രം വേവലാതിപ്പെട്ട് ഈ കണ്ട വാക്കുകൾ ഇവിടെ കിടന്ന് ഛർദ്ദിച്ച് ഇറങ്ങി പോകാൻ പറ. ഇല്ലെങ്കിൽ അച്ഛനെന്ന സ്ഥാനം ഞാൻ മറന്നുപോകും. തന്നെ നേരേപ്പിക്കുള്ള ശാപവാക്കൾ തൊടുത്തുവിടുമെന്ന ഉത്കണ്ഠയിൽ നിന്നിരുന്ന മാത്യൂസ് ജതിൻ പറഞ്ഞ വാക്കുകൾ കേട്ട് ഞെട്ടലോടെ 1-2 സെക്കൻഡുകൾ നിന്നുപോയെങ്കിലും അടുത്ത നിമിഷം അയാൾ ശക്തിയോടെ പുണർന്നു. പരിസരം മറന്ന് പ്രായവും സ്ഥാനവും മറ്റെല്ലാം മറന്ന് ഇരുവരും വിതുമ്പിപ്പോയി. അതുവരെ തടഞ്ഞു വെച്ചിരുന്ന കണ്ണുനീരിന്റെ ഭാരം ഇറക്കി വെക്കുകയായിരുന്നു അവരാ നിമിഷം. ജനിയും ഇളയപ്പന്മാരും പ്രണവിന്റെ പേരൻസും മറ്റെല്ലാവരും വല്ലാത്തൊരു സംഘർഷത്തിൽ ഉലഞ്ഞുപോയി. വജ്രയുടെ മുത്തച്ഛനും ദാസനും നിന്നു നിൽപ്പിൽ ഉരുകിയൊലിക്കും പോലെ വിയർത്തുപോയിരുന്നു. ദാസന്റെ പല്ലിൽ ഞെരിഞ്ഞമർന്ന് ജതിനോടുള്ള ദേഷ്യം ഉച്ചസ്ഥായിലെത്തി നിൽക്കുമ്പോൾ അച്യുതനെ അവർക്ക് മുമ്പിൽ തൃണമായി തീർന്നെന്ന ചിന്തയിൽ വേവുകയായിരുന്നു. അയാളുടെ കടപ്പല്ലുകൾ ഞെരിയുമ്പോൾ സ്റ്റിക്കിൽ പിടിച്ച കൈ അവിടെ മുറുകിയമർന്നു. ഒന്നും പറയാതെ കലിയിരച്ചു കയറിയ കണ്ണുകൾ ഇറുക്കെ പൂട്ടി തുറന്ന് തിരിഞ്ഞു നിൽക്കുമ്പോൾ കണ്ണിൽ നടന്നു വീണ നീർത്തുള്ളി
വജ്രയുടെയും പ്രണവിന്റെയും ജീവൻ ആപത്തൊന്നും വരരുതെന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയിൽ ജന്മം കൊണ്ടതായിരുന്നു. തോളിൽ ഒരു കരസ്പർശം അറിഞ്ഞ് തലയിരിച്ച് നോക്കുമ്പോൾ പ്രണവിന്റെ മുത്തശ്ശനും തന്റെ സുഹൃത്തുമായ ജഗന്നാഥനാണ്. നീ വാ, എനിക്കൊന്ന് സംസാരിക്കാനുണ്ട്. നെടുവീർപ്പെട്ടുകൊണ്ട് തലപതിയെ ചലിപ്പിച്ച് മാത്യൂസിനരികിൽ അയാളെന്തോ പറയാൻ തുടങ്ങുന്ന ജതിനെയും നോക്കി ജഗന്നാഥനോടൊപ്പം അച്യുതൻ നടന്നു. ഉച്ചത്തോടെ എല്ലാവരെയും നോക്കി ദാസിനും പുറത്തെ വരാന്തയിലേക്ക് നീങ്ങി. ഇങ്ങനെയൊക്കെ പേടിച്ചോണ്ടാ ഞാൻ അവളോട് അത്രയ്ക്കൊക്കെ കടുപ്പിച്ചു. ഇടറിയ ശബ്ദത്തിൽ പറഞ്ഞുകൊണ്ട് നിർത്തി ജതിൻ. മാത്യൂസിന് എന്ത് പറയണമെന്ന് അറിയുന്നുണ്ടായിരുന്നില്ല. കഴിവത് എടുത്തിയാടി പ്രവർത്തിക്കുന്നവനല്ലേ ബിൻ. ഇതിപ്പോ അയാളിൽ നിന്നൊരു നെടുവീർപ്പ് തീർന്നു. ജതിൻ ചുവരിലേക്ക് ചാരി നിന്നു. എൻ്റെ മോൾക്ക് തൻ്റെ മോനോടുള്ള സ്നേഹം അത്രയും ഡീപ്പാണെന്ന് ഇന്നലെ നടന്ന കാര്യങ്ങൾ അറിഞ്ഞപ്പോൾ തന്നെ മനസ്സിലാക്കിയതാ ഞാൻ. അവളെ നന്നായിട്ട് അറിയാവുന്ന ഞങ്ങൾക്ക് അവൾ തിരഞ്ഞെടുക്കുന്ന ആൾ പെർഫെക്റ്റ് ആയിരിക്കുന്ന ബോധ്യമില്ലാതിരിക്കുമോ? പക്ഷേ എബിൻ്റെ അപ്പോഴത്തെ അവസ്ഥ എൻ്റെ മകളുടെ സേഫ്റ്റിയെക്കുറിച്ചല്ലാതെ മറ്റെന്തോ ഓർക്കാനാ ഞാൻ. ക്ഷമയില്ലാതെ അങ്ങനെയൊക്കെ അവളോട് പറഞ്ഞുപോയി. എനിക്ക് ഊഹിക്കാം യാത്ര പറയാൻ പോയതായിരിക്കും അവള്. അല്ലാതെ എന്നെ ധിക്കരിക്കില്ല എൻ്റെ മോള്. ഞാനൊന്ന് ചിന്തിച്ച് പ്രവർത്തിക്കണമായിരുന്നു അല്ലേ മാത്യു? നിങ്ങൾക്ക് മുമ്പിൽ അവളെയും ചേർത്തിരുത്തി കാര്യം പറഞ്ഞ് മനസ്സിലാക്കായിരുന്നു എനിക്ക്. ഒരു നിമിഷത്തെ വാശിയിൽ ഞാൻ മുഴുവനാക്കാൻ അയാൾ കഴിഞ്ഞില്ല. മൂവര് എവിടെയായിരിക്കും, ഏതവസ്ഥയിലായിരിക്കും എന്ന ഭയം ആദി അയാളെ വരിഞ്ഞു മുറുക്കിയിരുന്നു. മാത്യൂസ് അയാളുടെ കൈയെടുത്ത് പിടിച്ചു അരികിൽ നിൽക്കുന്ന പ്രണവിന്റെ അച്ഛനെയും ദയനീയമായും നോക്കി. എനിക്ക് എന്താണ് പറയേണ്ടതെന്ന് അറിയില്ല ജതിൻ. അറിഞ്ഞുകൊണ്ട് നബി ഒരു തെറ്റും ചെയ്തിട്ടില്ല. അകത്തുള്ള പോലീസുകാർക്ക് വരെ ഇപ്പോൾ ആ സത്യം നന്നായിട്ട് അറിയുമെന്ന് നിങ്ങൾക്കും ബോധ്യപ്പെട്ടതല്ലേ? ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയത് വിധിയാണ്. പക്ഷേ ആ വിധിക്ക് നമുക്ക് നമ്മുടെ കുട്ടികൾ അങ്ങനെ ഇങ്ങ് വിട്ടുകൊടുക്കാൻ പറ്റുമോ? മണിക്കൂറുകൾക്കുള്ളിൽ നമുക്ക് അവരെ കണ്ടെത്താൻ കഴിയും. അതല്ലേ CIയുടെ പറച്ചിൽ നിന്ന് മനസ്സിലായി. ഞങ്ങളുടെ ആൾക്കാരും നാനാ ഭാഗത്തുണ്ട്. ഒന്നും സംഭവിക്കില്ല മകൾക്ക്, സംഭവിച്ചുകൂടാ. വല്ലാത്തൊരു ദൃഢതയോടെ പറയുമ്പോഴും മാത്യൂസിന്റെ ശബ്ദം ചിലമ്പിച്ചിരുന്നു. പ്രണവിന്റെ അച്ഛനും നിറഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ട് ചുമരിലേക്ക് ചാരി നിന്നു. അയാളുടെ മനസ്സിൽ അച്ഛന്റെ ജ്യോത്സ്യ പ്രവചനം തിരമാല പോലെ അട്ടഹസിച്ചുയരുന്നുണ്ടായിരുന്നു. നെഞ്ചിലെ കൈയമർത്തി വെച്ചയാൾ ഇറുകെ കണ്ണുകളടച്ചു. ആ സമയത്താണ് പുറത്തു നിൽക്കുന്ന പോലീസുകാരന്റെ അനുവാദത്തോടെ ബഷീറും കോളേജിലെ മറ്റു സ്റ്റുഡൻസും ഹാളിലേക്ക് ധൃതിയിൽ കയറി വന്നത്. എല്ലാവരും വെപ്രാളപ്പെട്ട് അവനെ നോക്കി. ഭ്രാന്ത് പിടിച്ചവനെ പോലെ എന്തൊക്കെയോ ആരോടൊക്കെയോ ചോദിച്ചറിയാറുണ്ടെന്ന് പറഞ്ഞ് രാവിലെ പോലീസ് സ്റ്റേഷന്റെ മുറ്റത്തുനിന്ന് ഓടിപ്പോയതാണവൻ. കിതച്ചു നിൽക്കുന്നവന്റെ തോളിൽ കൈ ചേർത്ത് വെച്ച് മാത്യൂസ് ഭീതിയോടെ മുഖത്തേക്ക് നോക്കി. ഇളയപ്പന്മാർ ഓടി വന്ന് നിൽക്കുന്നുണ്ട്. അങ്കിൽ ഇത് ശ്രീരാജാൻ ദീപക്. പണ്ട് ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ ഉത്തേജക മരുന്ന് ഉപയോഗിച്ചെന്നുള്ള റൂമർ ഇവർക്കെതിരെ കോളേജിൽ പരന്നിരുന്നു. അത് പക്ഷേ ഓപ്പോസിറ്റ് കോളേജ് ടീമിലെ ചിലർ പ്ലാൻഡായി നീക്കായിരുന്നു എന്ന് എബി കണ്ടുപിടിച്ചിരുന്നു. ഞങ്ങളടക്കം ഒരുപാട് പേർക്കൊന്നും ഇതിന്റെ ഡീറ്റെയിൽസ് അറിയായിരുന്നില്ല. പരന്ന റൂമർ മീഡിയക്കാർക്ക് മറ്റും കിട്ടാതിരിക്കാൻ പ്രശ്നം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കാൻ കോളേജ് തന്നെയാണ് മുൻകൈയെടുത്ത്. എബിയെ അറസ്റ്റ് ചെയ്തു പോയ അന്ന് ഞാനും പ്രണവും കൂടെ ബോയ്സ് ഹോസ്റ്റലിൽ പോയി ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് വീണ്ടും കുത്തിയെടുക്കാൻ ശ്രമിച്ചിരുന്നു. എബിക്ക് എന്തെങ്കിലും ഇൻവോൾവ്മെന്റ് ഉണ്ടോ എന്ന് അറിയാൻ തന്നെയാണ് അങ്ങനെ ഒരു മൂവ് നടത്തിയത്. പക്ഷെ അന്ന് എബി കോളേജിന് കൈമാറിയ ഡോക്ടേഴ്സിന്റെ വോയിസ് ക്ലിപ്പും ഇവർക്ക് അനുകൂലമായ ചില വീഡിയോസും എബിയുടെ ഫ്രണ്ട് ജിത്തു വഴി സംഘടിപ്പിച്ച് ഞങ്ങൾ കാണിച്ചു. ബഷീർ പറഞ്ഞ് മുഴുവനാക്കും മുമ്പേ CIയും മറ്റു പോലീസുകാരും ഹാളിലേക്ക് കടന്നു വന്നിരുന്നു. എന്നിട്ട് നെറ്റി വിളിച്ച് ബാക്കി പറയാൻ പറയും പോലെ നോക്കുന്ന CIയോട് തുടർന്ന് പറഞ്ഞ ശ്രീരാജാണ്. സാറെ, പ്രണവിനോട് ഞങ്ങൾക്ക് ശത്രുതയായിരുന്നെങ്കിലും എബി എങ്ങനെ രക്ഷപ്പെടുന്ന ചിന്ത ഉണ്ടായിരുന്നുണ്ടാ. കുത്തിപ്പൊന്തിക്കാൻ താല്പര്യമില്ലായിരുന്നിട്ടും എല്ലാ ഡീറ്റെയിൽസും കാണിച്ചു കൊടുത്ത്. ഇന്നിപ്പോൾ ബഷീർ പറഞ്ഞറിഞ്ഞ വാർത്തയിൽ വെച്ച് നോക്കുമ്പോൾ ഞങ്ങൾക്കുണ്ടായ സംശയങ്ങൾ തീർക്കാൻ പറ്റിയ രണ്ടുപേരെ ഓർമ്മയിൽ വന്നു. ചെറുതായിട്ട് ഡ്രഗ്സ് യൂസ് ചെയ്യുന്ന രണ്ടുപേരാണ് അവർ. ഇപ്പോൾ അവരെ നന്നായി പെരുമാറിയിട്ട് തന്നെയാണ് വരുന്നത്. അവർക്ക് ക്യാമ്പസിൽ ചെറിയ തോതിൽ ഡ്രഗ്സ് എത്തിക്കുന്ന ഒരു ടീമുണ്ട്. പറഞ്ഞു വരുമ്പോൾ എബിയെപ്പെടുത്തിയ ആ ബാംഗ്ലൂർ ഗ്യാങ്ങിന്റെ ചെറിയ ഡീലർമാർ. അവരുടെ തലവൻ ഏതൊരു കിഷോറാണെന്ന് മാത്രമേ ഇവർക്ക് അറിയൂ. ഇവർക്ക് മരുന്നെത്തിച്ചു കൊടുത്ത ഏതൊരു ദിവസം കൂടുതൽ സാധനം കിട്ടണമെങ്കിൽ കരിക്കോട് കാട് കടക്കേണ്ടി വരുന്ന പാതി കളിയായിട്ടും കാര്യമായിട്ടും പറഞ്ഞിരുന്നു അത്രേ. കൂടുതൽ സാധനത്തിന്റെ ബിസിനസ് ചെയ്യേണ്ടി വന്ന അവരുടെ വലിയ ഗ്യാങ്ങായിട്ട് നേരിട്ട് മുട്ടാലോ എന്ന് കരുതി അവർ ആ സ്ഥലം രഹസ്യമായിട്ട് ചെറുതായിട്ടൊന്ന് അന്വേഷിച്ചു. അപ്പോൾ അവരുടെ പ്രധാന സങ്കേതമാണ് ആ സ്ഥലം എന്നവർക്ക് ബോധ്യപ്പെട്ടു. ഇനി അങ്ങോട്ടാണാവോ അവരവര് ആ പയ്യന്റെ അർദ്ധോഗതിയിൽ നിർത്തിയ ചോദ്യം കേട്ട് മാത്യൂസും ജതിനും മറ്റുള്ളവരൊക്കെ വല്ലാത്തൊരു പരവേശത്തോടെ CI മുഖത്തേക്ക് നോക്കുമ്പോഴേക്കും യെസ്, ഇവന്റെ ഊഹം ശരിയാണ്. അവിടെ അടുത്ത എവിടെയോ തന്നെയാണ് അവരുള്ളത്. എബിക്ക് വന്ന ലാസ്റ്റ് കോൾ ഏതാണ്ട് ആ ഏരിയയിൽ നിന്നാണ്. വിളിച്ചതൊരു വിനീത്. എബി ലിഫ്റ്റ് കൊടുത്തെന്ന് പറയപ്പെടുന്ന ആൾ ഇവൻ തന്നെയാണ്. ഞങ്ങൾ അന്വേഷിക്കുന്ന വിനീത് നീലകണ്ഠൻ. ഒറിജിനൽ സിമ്മിൽ നിന്ന് തന്നെയാണ് വിളിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അന്വേഷിച്ചതിനെ ഞങ്ങൾ പിടികൂടണമെന്ന് അവൻ ആഗ്രഹിക്കുന്നുണ്ടെന്നൊരു നിഗമനത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ട് ഞാൻ. ഇവൻ്റെയൊക്കെ തലവൻ്റെ കയ്യിലെത്തിപ്പെടാതെ ഞങ്ങൾക്ക് മുമ്പിൽ തന്നെ വന്നതിനെന്ന് തീരുമാനിച്ച പോലെ ഞങ്ങൾ അന്വേഷിച്ചു. അവൻ്റെ ഭാര്യ പ്രസവിച്ചിട്ട് മണിക്കൂറുകളായിട്ടേ ഉള്ളൂ. അവരുടെ ജീവൻ കൂടി അപകടത്തിലാണെന്ന് അവന് ബോധ്യമായിട്ടുണ്ടാവും. അതുകൊണ്ടാണല്ലോ അസാധാരണമായിട്ട് എന്തെങ്കിലും ഉണ്ടായ പോലീസിനെ വിവരം അറിയിക്കണമെന്ന് ഡ്യൂട്ടി നേഴ്സിനെ പറഞ്ഞേൽപ്പിച്ച് പോയത്. ആ നമ്പർ ഇപ്പോഴും കരിക്കാട് ഫോറസ്റ്റ് ടവറിന് കീഴിൽ തന്നെയാണ്. ഒരുപക്ഷെ അകപ്പെട്ടിരിക്കാം, അല്ലെങ്കിൽ രക്ഷപ്പെട്ട് ഓടിപ്പോകുന്നുണ്ടായിരിക്കാം. ഒന്ന് നിർത്തി മുഖം പൊത്തിക്കരയുന്ന എബിയുടെ അമ്മ ചിത്രയിലേക്കാനും തന്റെ കണ്ണുകൾ പാറി വീണു.
ഏടത്തി അമ്മയായി കണ്ട് കുറച്ചാൾ സ്നേഹിച്ച് ബഹുമാനിച്ചതാണ്. ഒടുവിൽ നാണക്കേണ്ട പടുകുഴിയിലേക്ക് തള്ളിയിട്ടപ്പോൾ വെറുത്തുപോയതാണ്. എന്നാൽ ഇപ്പോൾ പണ്ട് തോന്നിയ സ്നേഹം ഇപ്പോഴും എവിടേക്കോ നീറുന്നുണ്ടെന്ന പോലെ അസ്വസ്ഥതയോടെ അയാൾ മുഖം വെട്ടിച്ചു. എല്ലാത്തിനും ഉപരി നഷ്ടപ്പെട്ടു നേരിയ പ്രണവിന്റെ ഫോൺ എവിടെയാണെന്ന് കണ്ടെത്താനായിട്ടുണ്ട്. സിഗ്നലിൽ ഈ കരിക്കാട് കാണിന്റെ 7.8 കിലോമീറ്റർ അകലെയുള്ള ടവറിനിലാണ് കാണിക്കുന്നത്. സോ ഏതാണ്ട് ആ റൂട്ട് എവിടെ അവരുണ്ടാവണം. പറഞ്ഞു നിർത്തും മുമ്പേ ജീപ്പ് എടുക്കാൻ നിർദ്ദേശം നൽകുന്നുണ്ടായിരുന്ന അനന്തൻ. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.